ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് ബിസിനസ് APIയുടെ ചാറ്റ് ബോട്ടിനെ എങ്ങനെ ട്രെയിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോപ്ലെറ്റിൻ്റെ വാട്സപ്പ് APIയുടെ ബോട്ടിന് എങ്ങനെ ട്രെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് FAQ ക്വസ്റ്റ്യൻസ് കസ്റ്റമർ റെഗുലറായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന റാൻഡം മെസ്സേജസിന് പ്ലേ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമർ ചോദിക്കുകയാണ് ഹൗ ക്യാൻ ഐ ബൈ എ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ബൈ എന്നുള്ളത് നമുക്ക് കീവേഡ് ആക്കും. ആ കീവേഡ് ആക്കിയതിന് ശേഷം ആഡ് FAQ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഡിഫോൾട്ട് തന്നെയാണ് കൊടുക്കേണ്ടത് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് എൻറ്റിറ്റി ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മെസ്സേജസ് എന്താണ് വേണ്ടത് എന്നുള്ളത് കൊടുക്കാം. മെസ്സേജസ് നമുക്ക് റാൻഡം ആയിട്ടുള്ള മെസ്സേജസ് അവർക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പാത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓൾറെഡി ബോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബൈ എന്നുള്ള ഒരു കീവേഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ സെയിൽസിലേക്കാണ് ഇത് റീഡയറക്റ്റ് ചെയ്യുന്നത്. സെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ആഡ് ആൻ FAQ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ FAQ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ട് ബൈ ഹൗ ക്യാൻ ഐ ബൈ എ പ്രോഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ ബൈ എന്നുള്ള കീവേഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ആയിരിക്കും അതിന് റിപ്ലൈ ആയിട്ട്. ഇവിടെ റെസ്പോൺസ് ആൻഡ് ട്രെയിനിങ് എന്നുള്ള ഓപ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞ് വെച്ചാൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള മെസ്സേജസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. കസ്റ്റമർ നമുക്ക് ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന റാൻഡം മെസ്സേജസ് ആണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ ഒരാൾ മൈലേജ് എന്നുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. മൈലേജ് എന്നുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞ് വെച്ചാൽ ഇപ്പോൾ കറൻ്റ്ലി ഇതിന് പ്രത്യേകിച്ച് എനിക്ക് റിപ്ലൈ ചെയ്യാനൊന്നും ഇല്ല, അതൊരു ഫേക്ക് ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മൈലേജിന് തൊട്ട് താഴെയായിട്ട് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ റിപ്ലൈ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ ആഡ് കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ കസ്റ്റമർ ആരെങ്കിലും മൈലേജ് പറഞ്ഞ കീവേഡ് വെച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞ് വെച്ചാൽ അപ്പോൾ തന്നെ ബോട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോട്ടിന് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ട് നമുക്ക് ഇവിടെ റെസ്പോൺസ് ആൻഡ് ട്രെയിനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ റാൻഡം ആയിട്ട് ചോദിച്ചിട്ടുള്ളതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും.